കാർഷിക വാർത്തകൾ. വെറ്റില കർഷകർക്ക് ഇരുട്ടടിയായി കാറ്റും മഴയും. വിലയിടിവും ഉയർന്ന പരിപാലന ചെലവും മൂലം നട്ടം തിരിയുന്നതിനിടെയാണ് കാറ്റും മഴയും നാശം വിതച്ചത്. അന്യം നിന്നുപോകുന്ന വെറ്റില കൃഷി വീണ്ടും സജീവമാകുന്നതിന് പിന്നാലെയാണ് കാറ്റും മഴയും നാശം വിതച്ചത്. ഒരു കാലത്ത് സജീവമായിരുന്ന വെറ്റില കൃഷി ഇപ്പോൾ നാമമാത്രമാണുള്ളത്. വിലയിടിവും പരിപാലന ചെലവും കൂടിയത് കൃഷി ഉപേക്ഷിക്കാൻ കാരണമായി. പുതുതലമുറ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. പരമ്പരാഗതമായി വെറ്റില കൃഷി ചെയ്തു വരുന്നവരാണ് ഇപ്പോഴും ഈ രംഗത്തുള്ളത്. ഒരു കെട്ട് വെറ്റിലയ്ക്ക് ഇപ്പോൾ 60 മുതൽ 80 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. 4 അടുക്കുകളായി 20 എണ്ണം വീതം 80 വെറ്റിലയാണ് ഒരു കെട്ടിലുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് വരെ 100 രൂപയോളം വില ലഭിക്കുമായിരുന്നു. കോവിഡ് സമയത്ത് 240 മുതൽ 300 രൂപ വരെ ലഭിച്ചിരുന്നു. തൊഴിലാളികളുടെ കൂലിയും പരിപാലന ചെലവും കഴിഞ്ഞാൽ ലാഭമൊന്നും കിട്ടാനില്ല. ഇതിന് പിന്നാലെയാണ് പ്രകൃതിക്ഷോഭം. കൃഷിക്ക് ന്യായമായ നഷ്ടപരിഹാരം വേണമെന്നും വിപണിയിൽ വിലസ്ഥിരത വേണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലാവസ്ഥാ വ്യതിയാനവും വർദ്ധിച്ച കൃഷിച്ചെലവും മൂലം ഹൈറേഞ്ചിലെ കർഷകർ ഇഞ്ചി കൃഷിയിൽ നിന്ന് പിന്മാറുന്നു. കൃഷിനാശവും വിളവ് ലഭിക്കാത്തതുമാണ് കർഷകരെ പിന്നോട്ട് വലിക്കുന്നത്. മുൻ വർഷങ്ങളിൽ 1 കിലോ പച്ച ഇഞ്ചിക്ക് കിലോയ്ക്ക് 200 രൂപ വരെയാണ് കർഷകന് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കിലോയ്ക്ക് 100 രൂപ വരെയാണ് വില. തൊഴിലാളികൾക്കുള്ള കൂലിയും വളച്ചെലവുമെല്ലാം കണക്കിലെടുക്കുമ്പോൾ മുടക്കിയ തുക പോലും തിരികെ കിട്ടുന്നില്ല. കടം വാങ്ങിയും മറ്റും കൃഷി ഇറക്കുന്നവരാണ് വിലയിടിഞ്ഞതോടെ ഏറെ വലയുന്നത്. മെയ് ജൂൺ മാസങ്ങളിലാണ് കൃഷി നടത്തേണ്ടതെന്നും മിക്ക കർഷകരും കൃഷിയിൽ നിന്നും പിന്മാറിയ മട്ടാണ്. കൃഷിക്ക് സ്ഥലം കിട്ടാത്തതും കർഷകർക്ക് വെല്ലുവിളിയാണ്. ഇഞ്ചി കൃഷിക്ക് ഓരോ തവണയും പുതിയ സ്ഥലം കണ്ടെത്തേണ്ടി വരും. അയൽ സംസ്ഥാനങ്ങളിലെ ഹൈടെക് ഇഞ്ചി ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടൺ കണക്കിന് ഇഞ്ചി കുറഞ്ഞ വിലയിൽ കേരളത്തിലെത്തുന്നുണ്ട്. ഇതിനൊപ്പം വർദ്ധിച്ച കൃഷിച്ചെലവും ഇഞ്ചി കർഷകരുടെ നടുവൊടിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇത്തവണ ഓണക്കിറ്റിൽ തേയില ഉൾപ്പെടുത്തി. ഇതോടെ കൊച്ചിയിൽ മികച്ച ഇനം തേയിലയുടെ വില ഉയർന്നു. ഓണക്കാലത്തേക്കായി സപ്ലൈകോ വൻതോതിൽ തേയില വാങ്ങി. BPLക്കാർക്കുള്ള ഓണക്കിറ്റുകളിൽ തേയില ഉൾപ്പെടുത്തുന്നതിനായിരുന്നു സംഭരണം. ഇതോടെ ലേലത്തിന്റെ ആവേശം കൂടി. കൊച്ചിയിൽ നടന്ന ലേലത്തിൽ തേയില വില കിലോയ്ക്ക് 1 രൂപ മുതൽ 2 രൂപ വരെ വർദ്ധിച്ചു. സപ്ലൈകോ ഇടപെട്ടതോടെ വിൽപ്പനയിൽ 90% വരെ വർധനയുണ്ടായതായി ലേലക്കാരായ ഫോബ്സ് എവാർഡ് ആൻഡ് ഫിഗീസ് പറഞ്ഞു. താഴ്ന്ന ഇടത്തരം തേയിലയ്ക്ക് കാര്യമായ വിലവർധന ഉണ്ടായില്ല. ഓർത്തഡോക്സ് പൊടിയുടെ വിപണി സജീവമായിരുന്നു. കയറ്റുമതിക്കാരും പ്രാദേശിക കച്ചവടക്കാരും ലേലത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെയ്യ്, വെണ്ണ എന്നിവയുടെ GST 5% കുറയ്ക്കണമെന്ന് ആവശ്യം. എന്നാൽ 12% നികുതി ഏർപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. GSTക്ക് മുൻപ് സംസ്ഥാനങ്ങൾ വിവിധ നിരക്കുകളിൽ വാറ്റ് ചുമത്തിയിരുന്നു. ഇതിന് ആനുപാതികമായി മാത്രമേ GST ചുമത്താവൂ എന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. വരാനിരിക്കുന്ന GST കൗൺസിൽ യോഗത്തിൽ GST 5% കുറയ്ക്കണമെന്ന് ഇന്ത്യൻ ക്ഷീരമേഖലാ പ്രതിനിധികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പാലുൽപ്പന്നങ്ങൾ 4 മുതൽ 5.5% വരെയാണ് നികുതി. നെയ്യിന് 12% GST ഏർപ്പെടുത്തുന്നത് വ്യവസായത്തെയും പൊതുജനാരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഇന്ത്യൻ ഡയറി അസോസിയേഷൻ പ്രസിഡന്റ് RS സോദി പറഞ്ഞു. ഇത് മായം ചേർത്ത ഉൽപ്പന്നങ്ങൾ വ്യാപകമാകുന്നതിന് വഴിയൊരുക്കും. GST 5% കുറയ്ക്കുന്നത് സുരക്ഷിതമാണെന്നും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും വ്യാജ ഉൽപ്പന്നങ്ങൾ തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ നെയ്യ് വിപണി 2024 3.48 ലക്ഷം കോടി രൂപയിൽ നിന്ന് 7.17 ലക്ഷം കോടിയിലെത്തുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് ഇത്തവണ കേരളത്തിൽ മാങ്ങയുടെ വിളവെടുപ്പ് നടക്കുക. ഒരേ സമയം മാമ്പഴം വിപണിയിലെത്തിയത് കർഷകർക്ക് തിരിച്ചടിയായി. എന്നാൽ അത് ഉപഭോക്താക്കൾക്ക് ഗുണകരമായെന്ന് വിലയിരുത്തൽ. കേരളത്തിൽ നവംബർ ഡിസംബർ മാസത്തിൽ പൂവിടുകയും മാർച്ച് ഏപ്രിൽ മാസത്തോടെ വിളവെടുക്കുകയും ചെയ്യും. മറ്റു സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിളവെടുപ്പ്. കാലാവസ്ഥയിലെ മാറ്റം കാരണം കേരളത്തിലെ വിളവെടുപ്പ് അയൽ സംസ്ഥാനങ്ങൾക്കൊപ്പമായി. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരേ സമയം മാമ്പഴം വിപണിയിലെത്തിയത് കേരളത്തിലെ കർഷകർക്ക് തിരിച്ചടിയാണ്. എന്നാൽ ഉപയോക്താക്കൾക്ക് ഇത് ഗുണകരമായി. തമിഴ്നാട്ടിലെ കർഷകർക്ക് കിലോയ്ക്ക് 10 രൂപയിൽ താഴെ മാത്രമാണ് ലഭിച്ചത്. അൽഫോൺസ, ബങ്കനപ്പള്ളി, സിന്ദൂരം, മല്ലിക, പ്രിയൂർ എന്നിവയ്ക്കെല്ലാം വില കുറഞ്ഞു. പൊതുവെ ഭേദപ്പെട്ട വില ലഭിച്ചിരുന്ന നാട്ടുമാങ്ങകളായ ചന്ദ്രക്കാരൻ, മൂവാണ്ടൻ, നീലം, നാട്ടുമാങ്ങ, കർപ്പൂരം, കിളിച്ചുണ്ടൻ തുടങ്ങിയവയ്ക്കെല്ലാം വില ഇടിഞ്ഞു. ഉൽപാദനം ഇരട്ടിയാവുകയും വില ഇടിഞ്ഞതുമാണ് മാമ്പഴ വിൽപ്പന കൂടാൻ കാരണം. കൊച്ചിക്കാർക്ക് പ്രിയപ്പെട്ട നീലം മാങ്ങയ്ക്ക് കിലോ 35 രൂപയാണ് എറണാകുളം മാർക്കറ്റിലെ വില. ബംഗരപ്പള്ളിക്ക് 45 രൂപയാണ് വില. സീസൺ കഴിയാറായതിനാൽ വില ഉയർന്നേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് തുടർച്ചയായ ഇടിവ്. കേരളത്തിലും മാറ്റം. കൊച്ചിയിൽ 100 രൂപ കുറഞ്ഞു. ഹൈറേഞ്ചിൽ അടുത്ത മാസം പകുതിയോടെ വിളവെടുപ്പ് തുടങ്ങിയേക്കും. റബ്ബറിൽ ചാഞ്ചാട്ടം തുടരുന്നു. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില തുടർച്ചയായ 3-ാം ദിവസവും ഇടിഞ്ഞതിനെ ചൂടുപിടിച്ച് കേരളത്തിൽ നിരക്ക് അല്പം താഴ്ന്നു. ചിങ്ങം അടുത്തതിനാൽ പുതിയ ഓർഡറുകൾക്ക് അവസരമൊരുക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കാങ്കയത്തെ ഇടപാടുകാർ. അവിടെ നാളികേര വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളെ അപേക്ഷിച്ച് പച്ചതേങ്ങ ലഭ്യത കുറവാണ്. കാങ്കയത്ത് വെളിച്ചെണ്ണ 3 ദിവസം കൊണ്ട് ക്വിൻ്റലിന് 1000 രൂപ ഇടിഞ്ഞ് 37,000 രൂപയായി. കൊച്ചിയിൽ എണ്ണവില 100 രൂപ താഴ്ന്ന് 38,400 രൂപയായി. ഹൈറേഞ്ചിലെ കാലാവസ്ഥ വിലയിരുത്തിയാൽ അടുത്ത മാസം ആദ്യ പകുതിയിൽ ഏലക്ക വിളവെടുപ്പ് ഊർജിതമാക്കുമെന്നാണ് കർഷകരിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. ഇതിനിടയിൽ ശക്തമായ മഴയിൽ വ്യാപകമായ ഏലം കൃഷിനാശം സംഭവിച്ചത് കർഷകർക്ക് തിരിച്ചടിയാണ്. കയറ്റുമതിക്കാരും ഉത്തരേന്ത്യൻ വാങ്ങലുകാരും ലേലകേന്ദ്രങ്ങളിൽ സജീവമാണ്. ഉൽപാദന മേഖലയിൽ നടന്ന 2 ലേലങ്ങളിലായി മൊത്തം 57,420 കിലോ ഏലക്ക വിൽപ്പനയ്ക്കിറങ്ങിയതിൽ വലിയ പങ്കും വിറ്റഴിഞ്ഞു. ഏഷ്യൻ റബ്ബർ വിപണികളിലെ ചാഞ്ചാട്ടം തുടരുന്നു. റബ്ബർ അവധി വിലകൾ ഉയർന്നതിനിടയിൽ നിക്ഷേപകർ ലാഭമെടുപ്പിന് ഉത്സാഹിച്ചത് നിരക്ക് കയറിയിറങ്ങാൻ ഇടയാക്കി. ഇതിനെ ചൂടുപിടിച്ച് ചൈന, സിംഗപ്പൂർ വിപണികളിലും റബ്ബർ വില ചാഞ്ചാടി. ബാങ്കോക്കിൽ റബ്ബറിന് 1 രൂപ കുറഞ്ഞ് കിലോ 196 ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ കൊച്ചി വിപണിയിലുണ്ടെങ്കിലും നിരക്ക് താഴ്ത്താൻ അവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഒട്ടുപാൽ വില 146 രൂപയിൽ നിന്നും 144 ഇടിഞ്ഞു. എന്നാൽ ഈ വിലയ്ക്കും ചരക്കെടുക്കാൻ അവർ ഉത്സാഹം കാണിച്ചില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 213, RSS 5 209, ലാറ്റക്സ് 146, ജാതിക്ക 270, ജാതിപത്രി 1600 മുതൽ 1850 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിഡ് 68,500, കുരുമുളക് അൺഗാർബിഡ് 66,500, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 38,400, കൊപ്ര 26,000, ചുക്ക് 22,500. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉൽപാദന മേഖല കുതിപ്പിലെന്ന് S&P ഗ്ലോബൽ. പർച്ചേസിംഗ് മാനേജേഴ്സ് സൂചിക 17 വർഷത്തെ ഉയരത്തിലെത്തി. റിപ്പോ നിരക്കിൽ ഉടൻ മാറ്റമില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഓഗസ്റ്റ് അവസാനം വരെ RBI കാത്തിരിക്കുമെന്ന് അനുമാനം. സാമ്പത്തിക സഹകരണത്തിന് ഇന്ത്യയും ചൈനയും. ഇലക്ട്രോണിക്സ് മേഖലയിലെ ചൈനീസ് നിക്ഷേപങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കാൻ സാധ്യത. $4,000 കോടി രൂപയുടെ IPO സമാഹരണം വെട്ടിക്കുറയ്ക്കാൻ JSW സിമന്റ്സ്. സമാഹരിക്കുക 3,600 കോടി രൂപയെന്ന് റിപ്പോർട്ട്. IPO അടുത്ത മാസം. സമ്പദ് വ്യവസ്ഥയുടെ ഭാവി പരിഗണിച്ചാണ് ധനനയ സമിതി തീരുമാനങ്ങളെന്ന് റിസർവ് ബാങ്ക്. ലക്ഷ്യം സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കലെന്നും ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.